ശ്രദ്ധിക്കുക, ആലോചന ചോദിക്കണം. നമ്മുടെ ഇഷ്ടത്തിനൊന്നും പോകരുത്. സ്തോത്രം. ആലോചന ചോദിക്കണം. ദാവീദ് ആലോചന ചോദിച്ചു. ഒന്ന്, അപ്പം ചോദിച്ചു, അതാവശ്യമല്ലേ, യാത്ര ചെയ്യാൻ ആരോഗ്യം വേണ്ടേ. രണ്ട്, ആലോചന ചോദിച്ചു. അപ്പമൊക്കെ കിട്ടി. കർത്താവ്, അപ്പവുമായിട്ട് ഞാൻ എങ്ങോട്ടാ പോകണ്ടേ ചോദിക്കണം. മൂന്ന്, ആയുധം, സർവായുധ വർഗം. സത്യം അരക്ക് കെട്ടണം. ഈവൻ പോയാൽ സത്യം പറയുകയില്ല. എന്നാൽ ചാകുമ്പോഴെങ്കിലും അന്നേരം കുരുക്കപ്പിക്കുക, അവന് സ്ഥലം കൊടുക്കരുതെന്ന്. കണ്ണു അടച്ചു. എങ്ങനുണ്ട്? ദൈവത്തിന് മഹത്വം. ആയുധം മേടിച്ചു, പുള്ളി പോകുക. അപ്പം ഓടിച്ച് പറയാം, പെട്ടെന്ന് നിർത്താം. അപ്പം ഈ മൂന്ന് കാര്യങ്ങൾ സംഭവിച്ച് മുമ്പോട്ട് പോയി. അപ്പം ദാവീദ് ഈ അബീമേലെക്കിൻ്റെ അടുക്ക ചെന്നപ്പം ആയുധം കൊടുത്തതും അപ്പം കൊടുത്തതും ആലോചന ചോദിച്ചതെല്ലാം അവിടെ ഒരു 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 ന്യൂസ് ഏജൻ്റ് ഉണ്ടായിരുന്നു. അവൻ്റെ പേരാ മുമ്പേ വായിച്ച് ദോവേഗ്. അവൻ്റെ പേര് കേൾക്കുമ്പോൾ അറിയാവുന്ന ഒക്കരുതാത്തവനാന്ന്. എങ്ങനാ? വായിക്ക് യോടി, വായിക്കല്ലേ. സംഗീത പ്രമാണിക്ക് 52 കെട്ടിങ് വായിക്കുമ്പോ അറിയാവല്ലോ. സംഗീത പ്രമാണിക്ക് ദാവീദിന്റെ ഒരു ധ്യാനം ഏദോമ്യനായ നിർത്ത്. അപ്പം പേര് കേൾക്കുമ്പോൾ അറിയാം ഇവന്റെ തൊഴിൽ എന്നാന്ന്. എന്തുവാ? ഏദോമ്യൻ. അമ്മയുടെ വയറ്റി വെച്ചേ ഓടക്ക. ആര്? ഏശാവും യാക്കോബും കുതികാല് പിടിക്കുക. അവിടെ കടന്ന് കുസ്തി, വയറ്റിനകത്ത് കടന്ന്. അപ്പൊ ഏദോമ്യൻ എന്ന് പറഞ്ഞാൽ ഏശാവാ. ഏദോമ്യർ ഏശാവിന്റെ സന്തതി പരമ്പരകളാണ്. അവർക്ക് സേയീർ പർവ്വതം കൊടുത്തിരിക്കുക. ഏദോം എന്ന് പറഞ്ഞാൽ ചുവന്നവൻ. ഏദോം എന്ന് പറഞ്ഞാൽ ഇവന് വനസഞ്ചാരി എന്നാ. എന്ന് പറഞ്ഞാൽ അത് തന്നെ, വനസഞ്ചാരി എന്ന് പറഞ്ഞാൽ നാടൻ ഭാഷ. ഇവനെ കാടന. സഭയ്ക്കകത്തൊക്കെ കാടന്മാരുണ്ട്. ഒരു മര്യാദയില്ല. കാടൻ. ആ ഇരിപ്പ് മോന്തയും കാണുമ്പോൾ അറിയാം ഇവൻ മിണ്ടുന്നില്ല. യോടി നിങ്ങളുടെ കാര്യമാണോ പറഞ്ഞു? ഞാൻ പറഞ്ഞു നിങ്ങളിതെല്ലാം അങ്ങ് ഒരമ്മയുടെ വയറ്റിന് വന്ന ഒരുത്തൻ സാധുശീലനും കൂടാരവാസിയും, ഒരുത്തൻ വനസഞ്ചാരിയും. സ്തോത്രം. നായാട്ട് വീരനാ. വേട്ടയാടാൻ സമർത്ഥന. അപ്പൊ ഒരുത്തൻ നാടനും ഒരുത്തൻ കാടനും. സഭയ്ക്കകത്ത് ഇതൊക്കെ ഉണ്ട്. നാടനുണ്ട്, കാടനുണ്ട്, മൂർഖനുണ്ട്. പിന്നെ അതുകൊണ്ടല്ലേ പത്രോസ് പറഞ്ഞ ശാന്തന്മാർക്ക് മാത്രമല്ല മൂർഖന്മാർക്കും കീഴടങ്ങി. മൂർഖനുണ്ട്, ചേരയുണ്ട്, പിന്നെ നീർക്കോലിയുണ്ട്. കുട്ടനാട്ടിലുണ്ട് പണ്ട്. ഇപ്പം അധികമല്ല. കാട്ടപ്പൊളകൻ. കട്ടയ്ക്ക ചേറിനകത്ത് കിടക്കുക. കണ്ണു കാണാൻ പാടില്ലെങ്കിലും കക്ഷിയുണ്ട്. കാട്ടപ്പൊളകൻ, പയ്യാനി, ചേനത്തണ്ടൻ. ചാകത്തില്ല. ഓരോ വർഷം ചെല്ലുമ്പോഴും കടിച്ചടം. ഓരോ വർഷവും പ്രശ്നം ഉണ്ടാക്കുന്ന ആൾക്കാരുണ്ട്. ഉണ്ട്. നമ്മൾ പറയല്ലോ കഴിഞ്ഞ കൊല്ലം ഇതുപോലൊരു പ്രശ്നം. എൻ്റെ പേരാ ചേനത്തണ്ടൻ. കഴിഞ്ഞ മാസം ഇതുപോലെ തന്നെ ഒരു വെള്ളിയാഴ്ച ദിവസം അന്ന് ഇവൻ ചേനത്തണ്ടനാ. ഉണ്ട്. മൂർഖൻ. ഇവൻ എല്ലാ ആഴ്ചയിലും ചീറ്റത്തില്ല. വല്ലപ്പോഴും വന്ന് ഉണ്ടെന്ന്. മൂർഖനൊക്കെ ഇതിനകത്തുണ്ടെന്ന്. പിന്നെ പണ്ടുണ്ടായിരുന്നു വില്ലൂന്നി. വാലയെ കുത്തി നമ്മുടെ തലയുടെ മുകളിൽ കൂടെ. പിന്നെ ഇവനെ എല്ലാം ഒതുക്കുന്ന എങ്ങനെയാന്ന് ചോദിച്ചാൽ മകിടി ഊതി പയ്യ കോട്ടയ്ക്കകത്ത് കയറ്റും. കോട്ടയ്ക്കകത്ത് കയറ്റാനൊക്കെ അറിയാം. ഇനി എല്ലാം മകിടി ഊതി. മനസ്സിലാക്കുന്നുണ്ട്? മകിടി മകിടി ഊതി. അപ്പം അതൊക്കെ കൊട്ടയെടുത്ത് വെച്ചേച്ചേ മകിടി ഊതാവൂ. അല്ലേ? ഇവൻ പയ്യ വരുമ്പം കൊട്ടയില്ലെങ്കിൽ
പല ടൈപ്പ് ഉണ്ടെന്ന്. ഏതെല്ലാം കേസാണ് നമ്മൾ കൈകാര്യം ചെയ്യുന്നത്. ദൈവത്തിന് മഹത്വം. അതൊക്കെ ദൈവകൃപയാ, ദൈവകൃപയാ, നമ്മുടെ കഴിവല്ല, ദൈവകൃപയാ. അപ്പൊ ഇവന് ഇവൻ കാണന. ഒരിക്കൽ ഇവൻ വേട്ട തേടി വന്നപ്പം ക്ഷീണമാക്കയാ. അന്നേരം നമ്മുടെ ജേക്കബ് മാസ്റ്റർ, ഏതാ ജേക്കബ് മാസ്റ്റർ, യാക്കോബ്, ജേക്കബ് മാസ്റ്റർ അന്നേരം പണ്ടൊരാൾ പറഞ്ഞല്ലോ കുക്കറി ഷോ നടത്തുക. ചുമന്ന വയസ്സ് പുള്ളി നാം ഇതിനകത്ത് എന്തൊക്കെ ചേർക്കണം, മസാല കൂടണോ, കുക്കറി ഷോ. ജേക്കബ് ഒന്നും ഞാൻ വിവരിക്കുന്നില്ല. പുള്ളി ഇങ്ങനെ കുക്കറി ഷോ നടത്തി. അപ്പൊ പുള്ളി നല്ല ചുമന്ന പായസം. മറ്റവൻ ക്ഷീണിച്ചു വന്നപ്പോ കളറ് കണ്ടപ്പനെ ഇവനെ ഇളകി. കളറ് കാണുമ്പം അതാ ഏതോ മീൻ കളറ് കാണുമ്പം ഇളകും. ഇന്ന് ഞാൻ വ്യാഖ്യാനിക്കുന്നില്ല, ഭാഗത്തേക്കൊന്നും പോകുന്നില്ല. കളറ് കണ്ടപ്പോൾ ഇവനെ ഇളകി. ചിലരെ ജൗളിക്കടയുടെ മുന്നിൽ കൂടെ കൊണ്ടുപോകാനൊക്കെ അതിൽ ആടി അതിനകത്ത് കയറി വെച്ച് തിരുമ്മി നോക്കുക. 5 പൈസ ഒരു കൂറ കുത്തിയിരിക്കുക, എന്നാലും ആ തുണിയിൽ നിന്ന് കൈവിടുകയല്ല. എത്ര ഇത് ചൈനീസ് സിൽക്കാന്നോ കോട്ടനാന്നോ മനസ്സിലാകുന്നില്ലല്ലയോ? കളറ് കണ്ടപ്പോഴേ ഇളകി. അതിനാ പായസം എനിക്ക് ഇച്ചിരി തരാം. കാരണം മറ്റവൻ അതിലും വലിയ ഒരമ്മയുടെ വയറ്റിൽ നിന്നല്ലേ വന്നേ. അവൻ പറഞ്ഞു തരാം, ജ്യേഷ്ഠാവകാശം. പുള്ളി പറഞ്ഞു ജാകാൻ നേരത്താ ജ്യേഷ്ഠാവകാശം, കുന്തം എടുത്തോണ്ട് പോകണത്. ചുമന്ന പായസവും അടിച്ചേ. നീ എല്ലാ പായസവും ഒന്നും അടിക്കാൻ പോകരുത്, മനസ്സിലായ? പേരൊന്നും പറയുന്നില്ല. അറനാഴിയും അരവണയും ഊട്ടുപായസവും സേമിയായും തിരുവല്ല പായസവും അമ്പലപ്പുഴ പായസവും എറണാകുളം പായസവും മനസ്സിലാകുന്നുണ്ടോ? കൊച്ചുങ്ങൾക്കും മേടിച്ചു കൊടുത്ത് ഉണ്ണിയപ്പവും ഉഴുന്നുവടയും 40-നുണ്ടാക്കിയ നെയ്യപ്പവും. എന്നെ അമ്മാമ്മയെ മുറിച്ചപ്പം നൂല് പോലെ 2 ദിവസം പഴകിയത് കൊണ്ടാണ്. മനസ്സിലാകുന്നുണ്ടോ? അതെല്ലാം നല്ല പേശ അടിച്ചേച്ച് വന്നിരിക്കുക. എന്നിട്ട് പറയാം എന്നെ അന്ന് ആരാധിച്ച് വരുമ്പോൾ ഒരപ്പൂട്ടിനൊരു ഉണ്ണിയപ്പം തിന്നപ്പോൾ ഓർക്കണമായിരുന്നു. സ്തോത്രം സ്തോത്രം. ആവശ്യമില്ലാത്തതെല്ലാം പോയി കഴിക്കരുതെന്നായി പറഞ്ഞത്. വേർപെട്ട ദൈവമക്കൾ വേർപാട് പാലിക്കണം. പ്രൈസ് ദ ലോർഡ്, പ്രൈസ് ദ ലോർഡ്. ഇവനെ ചുമന്ന പായസം കണ്ടിളക്കി ജ്യേഷ്ഠാവകാശം വിറ്റു. മാത്രമാണോ ജനനം മുതലേ പ്രശ്നം. ഒരുത്തൻ കുതികാല് പിടിക്കുക. അവിടെ വയ്ക്കുന്ന പിള്ളേര് തള്ളയുടെ വയറ്റിൽ കിടന്ന് തിക്കിയെന്ന്. വയറ്റിൽ കിടന്ന് തിക്കി. എന്നിട്ട് തള്ള പറഞ്ഞു യോ ഇങ്ങനെയാണെന്നാ ഞാൻ ചത്തുപോകും. അങ്ങനല്ലേ എഴുതിയേക്കണേ, വായിച്ചേ. അവളുടെ ഉള്ളിൽ ശിശുക്കൾ തമ്മിൽ തിക്കിയപ്പോൾ, വയറ്റിൽ കിടന്ന് ഈ കൊച്ചുങ്ങൾ രണ്ടും തിക്കിയപ്പോൾ, ഈ വയറ്റിൽ കിടന്ന് തിക്കുന്ന യവനെല്ലാം വെളിയിലോട്ട് വന്ന മനുഷ്യനെ വെച്ചേക്കുവോ? അതല്ലേ ഈ ചുറ്റിയേക്ക് അടിച്ച് കൊല്ലുന്നേ. കൊച്ചുമക്കളൊക്കെ ഉള്ളവർ വളരെ സൂക്ഷിച്ച് വേണം. പ്രാർത്ഥിച്ച ചെക്ക ഉറങ്ങണം. കഴിച്ചേച്ച് നേരെ കയറി കിടക്കരുത്. താവേ സമ്പൂർണമായി സമർപ്പിക്കുന്നു. ഇന്ന് രാത്രി അവൻ ചുറ്റിയേക്ക് വല്ലതും താങ്ങുമെന്ന് ഒന്നിനെയും വിശ്വസിക്കാൻ മേലാത്ത, ഭർത്താവിനെയും വിശ്വസിക്കാൻ മേല, ഭാര്യയെ മക്കളെയും വിശ്വസിക്കാൻ മേല. ഞങ്ങളുടെ ഒരു അച്ചായനുണ്ടായിരുന്നു. പുള്ളി വലിയ തൻ്റെടിയായിരുന്നു. അന്ന് ഭയങ്കര പ്രവർത്തന. പിന്നെ രക്ഷിക്കപ്പെടുന്നതിന് മുമ്പ് ഭാര്യയായിട്ട് വിശ്രമിക്കുക. പുള്ളി ഒരു അടിപിടി കേസ് ഉൾപ്പെടുന്നതായിട്ട് പുള്ളി സ്വപ്നം കണ്ടു. ഒരൊറ്റ കുത്ത് കത്തിയെടുത്ത് തള്ളയുടെ ഈ സൈഡിൽ കൂടെ പെടലിക്ക് കൊണ്ടില്ല. ആരാന്ന് പിടികിട്ടി കാണും. പുള്ളി പൊട്ടൻ ഇരിക്കുമ്പോൾ ഇരിക്കുന്നത് താഴ്ച പറയാം. ദൈവത്തിന് മഹത്വം. അപ്പൊ ശ്രദ്ധിക്കുക, ഇവന് അകത്ത് കിടന്ന് പ്രശ്നക്കാരാ. മാത്രം ഒത്തിരി കൊണ്ട് പറയാൻ. എന്നും പ്രശ്നമാ യാക്കോബുമായിട്ട്, യാക്കോബിന്റെ സന്തതി. ഒരിക്കലും ഇവർ വന്നപ്പോൾ വഴി കൊടുക്കുകയല്ല, വഴി പ്രശ്നം. എന്തിനേറെ ഈ പ്രകൃതി ഞാൻ വിവരിക്കുന്നില്ല. ഭയങ്കര പ്രശ്നം ഉണ്ടാക്കുന്നവരായി ഇവര്.